നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഡീസൽ എഞ്ചിൻ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിനെ കുറിച്ചാണ്. നമ്മുടെ പുതിയ ചാപ്റ്ററാണ് ഇത്. ലാസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നതൊക്കെ പെട്രോൾ എഞ്ചിൻ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം ആയിരുന്നു. അതിൽ കാർബറേഷനും ഫ്യൂവൽ ഇഞ്ചക്ഷനും പഠിച്ചു. അതുപോലെ ഡീസൽ എഞ്ചിൻ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത് ഡീസൽ ഇഞ്ചക്ഷൻ മാത്രമാണ്. അതിൽ കാർബറേറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഡീസൽ എഞ്ചിനിലെല്ലാം ഉപയോഗിക്കുന്നത് ഇഞ്ചക്ഷൻ മാത്രമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഡീസൽ എഞ്ചിൻ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ഫങ്ഷൻ എന്താണ്? സ്റ്റോറിങ് ഓഫ് ഫ്യൂവൽ. എല്ലാ വാഹനങ്ങളിലും ഫ്യൂവൽ ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം, ആവശ്യാനുസരണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ വണ്ടികളുടെയും ചേസിൻ്റെ സൈഡിലായിട്ടൊരു ടാങ്ക് ഉണ്ടായിരിക്കും. അതാണ് ഫ്യൂവലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. വലിയ വാഹനങ്ങളിൽ വലിയ ടാങ്ക് ഉണ്ടായിരിക്കും, ചെറിയ വാഹനങ്ങളിൽ ചെറിയ ടാങ്ക് ആയിരിക്കും. എല്ലാ വാഹനങ്ങളിലും ടാങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ സ്റ്റോറിങ് ഓഫ് ഫ്യൂവലാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ഫിൽറ്ററിങ്. ഡീസലിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഡീസൽ നല്ല പ്യുവർ ഒന്നും ആയിരിക്കില്ല, വണ്ടിയിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ പല ഭാഗത്തും ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നതാണ്. അതിൽ വാട്ടർ ഉണ്ടായിരിക്കും, ചെളി ഉണ്ടായിരിക്കാം, ഈ ടാങ്കിനുള്ളിൽ തുരുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടായിരിക്കും. ഇതെല്ലാം റിമൂവ് ചെയ്തില്ലെങ്കിൽ എഞ്ചിൻ ഡാമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇഞ്ചക്ടർ ഡാമേജ് ഉണ്ടാവും. ഈ സിസ്റ്റം എവിടെയൊക്കെ ഡാമേജ് വരാം. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ 2 തരത്തിൽ ഡീസലിനെ ക്ലീൻ ചെയ്യാം. 2 ഫിൽറ്ററാണ് ഉപയോഗിക്കുക. പ്രൈമറി ഫിൽറ്ററും സെക്കൻഡറി ഫിൽറ്ററും ഉപയോഗിക്കാറുണ്ട്. പ്രൈമറി ഫിൽറ്റർ സാധാരണയായിട്ട് വയർ ഗോസ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഒരു വല പോലെ, ഇരുമ്പ് വല പോലെ ഒരു സാധനം. സെക്കൻഡറി എന്ന് പറയുന്നത് എന്തായിരിക്കും? വലിയ പൊടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് പേപ്പറിൻ്റെയോ അല്ലെങ്കിൽ റെസിൻ്റെയോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫിൽറ്ററിങ്, ക്ലീൻ ചെയ്യുക എന്നുള്ളതും ഈ ഡീസൽ എഞ്ചിൻ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അത് ചെയ്യുന്നത് 2 ഫിൽറ്ററുകൾ ഉപയോഗിച്ചിട്ടാണ്. മൂന്നാമത്തെ ഫംഗ്ഷനാണ് ഡെലിവറി ടു ഇഞ്ചക്ഷൻ പമ്പ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ടാങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതിനെ ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഇഞ്ചക്ഷൻ പമ്പിലേക്ക് കൊടുക്കണം. ഇഞ്ചക്ഷൻ പമ്പാണ് അത് സിലിണ്ടറിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് കൊടുക്കുക. ടാങ്കിൽ നിന്നും ഇഞ്ചക്ഷൻ പമ്പിലേക്ക് കൊടുക്കുന്നത് ഒരു ഫീഡ് പമ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പിന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചിത്രങ്ങളെല്ലാം നോക്കാം. ഇപ്പോൾ നോക്കുക, സ്റ്റോർ ചെയ്യണം, അത് ടാങ്കിൽ സ്റ്റോർ ചെയ്യും. ഫിൽറ്റർ ചെയ്യണം, ഫിൽറ്റർ ഉപയോഗിച്ച് ചെയ്യും. ഇഞ്ചക്ഷൻ പമ്പിലേക്ക് സപ്ലൈ ചെയ്യണം, അത് ചെയ്യുന്നത് ഒരു ഫീഡ് പമ്പ് എന്ന് പറയുന്ന പമ്പ് ഉപയോഗിച്ചിട്ടാണ്. അടുത്ത 4ാമത്തെ ഫംഗ്ഷനാണ് ഇഞ്ചക്റ്റിംഗ് ഫ്യൂവൽ ഇൻ ടു സിലിണ്ടേഴ്സ്. ഇനി ഇഞ്ചക്ഷൻ പമ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്ന് എന്ത് ചെയ്യണം? അത് സിലിണ്ടറിനുള്ളിലേക്ക് കൊടുക്കണം. അത് ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുക? ഒരു ഇഞ്ചക്ടർ ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുക. ഇഞ്ചക്ടറിലേക്ക് നമ്മൾ ഹൈ പ്രഷർ ആയിട്ടുള്ള ഫ്യൂവൽ കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും? അതിനെ ആറ്റമൈസ് ചെയ്യും. ആറ്റമൈസ് ചെയ്തിട്ട് കൃത്യമായ അളവിൽ അത് എഞ്ചിൻ്റെ സിലിണ്ടറിനുള്ളിലേക്ക് സപ്ലൈ ചെയ്യും. അടുത്തതാണ് അവസാനമായിട്ട് വരുന്ന ഫംഗ്ഷനാണ് കൺട്രോളിങ് എഞ്ചിൻ സ്പീഡ്. ഡീസൽ എഞ്ചിനിൽ എങ്ങനെയാണ് എഞ്ചിൻ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്? ഈ ഫ്യൂവലിൻ്റെ അളവനുസരിച്ചാണ്. ഫ്യൂവൽ കൂടുതൽ കൊടുത്താൽ എഞ്ചിൻ്റെ സ്പീഡ് കൂടും, അല്ലെങ്കിൽ ലോഡ് കൂടും. ഫ്യൂവൽ കുറവ് കൊടുക്കണമെങ്കിൽ എഞ്ചിൻ്റെ സ്പീഡ് കുറയും, ലോഡ് കുറയും. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗവർണർ വേണം. ഇത് കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസമാണ് ഗവർണർ എന്ന് പറയുക. ആ ഗവർണർ നമ്മൾ പഠിക്കാനുണ്ട് വിശദമായിട്ട്. അപ്പോൾ ഗവർണർ എന്ന് പറഞ്ഞൊരു പീസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ. ഇനി നമുക്ക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കണം. അപ്പോൾ എന്താണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കാം. ദ ഫംഗ്ഷൻ ഓഫ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഈസ് ടു ഇഞ്ചക്ട് പ്രോപ്പർ ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ ഇൻ ടു സിലിണ്ടർ അറ്റ് കറക്റ്റ് ടൈമിംഗ് അറ്റ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്. എങ്ങനെയൊക്കെ ആയിരിക്കണം അത് ചെയ്യേണ്ടത്? ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്നാൽ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെയൊക്കെ ആയിരിക്കണം? പ്രോപ്പർ ക്വാണ്ടിറ്റി ആയിരിക്കണം. കറക്റ്റ് അളവിൽ, വണ്ടിയുടെ ലോഡിനും സ്പീഡിനും അനുസരിച്ച് കറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ എന്നായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ കറക്റ്റ് ടൈമിങ്ങിൽ, നമ്മുടെ ഫയറിംഗ് ഓർഡർ ഉണ്ടല്ലോ, അറിയാമായിരിക്കുമല്ലോ, കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ കൊടുക്കണം. ഓരോ എഞ്ചിൻ സിലിണ്ടറിലേക്കും കൊടുക്കേണ്ടത് അതിനനുസരിച്ചുള്ള ടൈമിങ്ങിലാണ്. അതുപോലെ തന്നെ എപ്പോഴാണ്? എൻഡ് ഓഫ് കംപ്രഷൻ സ്ട്രോക്കിലാണ്. അതുപോലെ കറക്റ്റ് ടൈമിങ്ങിലായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ അറ്റ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന ഒരു സെക്കൻഡിലല്ല. ഇഞ്ചക്ടർ എങ്ങനെ ചെയ്യുക? ഒരു പൈപ്പ് പോലെ വർക്ക് ചെയ്യുന്നത് ശരിക്കും ഇഞ്ചക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ തുറക്കും, കുറച്ച് ഫ്യൂവൽ ഉള്ളിലേക്ക് വരും, അപ്പോൾ പൈപ്പ് അടയും. അപ്പോൾ ഇതിന് കുറച്ച് സമയം ആവശ്യമുണ്ട്. പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, എല്ലാം കൂടെ പെട്ടെന്ന് ആളി കത്തിയ പോലെ വരും. അതുകൊണ്ട് ഫുൾ കത്താതെ വരും, ബുദ്ധിമുട്ട് വരും. പതുക്കെ കൊടുത്താലോ സ്ട്രോക്ക് അവസാനിച്ച് പോകും. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാ ഫ്യൂവലും കത്തില്ല. ഒന്നെങ്കിൽ കത്താതെ പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ ടൈമിംഗ് തെറ്റി കത്തും. അപ്പോൾ ഈ ഫ്യൂവൽ കൊടുക്കുന്ന ടൈമിനെയാണ്
റേറ്റ് എന്ന് പറയുന്നത് എത്ര സമയം എടുത്തിട്ടാണ് ഫ്യുവൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. എപ്പോഴാണ് ഇഞ്ചെക്ട് ചെയ്യുന്നതല്ല, എത്ര സമയം എടുത്തിട്ടാണ് ഫ്യുവൽ ഇഞ്ചെക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് എന്ന് പറയുന്നത്. അത് ഈ വണ്ടിയുടെ ലോഡിനും സ്പീഡിനും അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അത് കൺട്രോൾ ചെയ്യേണ്ടതും ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ മോഡേൺ വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന ഫ്യുവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനെ സോളിഡ് ഇഞ്ചക്ഷൻ എന്നാണ് വിളിക്കുന്നത്. എയർ ഇഞ്ചക്ഷൻ വേറെയുണ്ട്, നമ്മൾ പഠിക്കുന്നില്ല. സോളിഡ് ഇഞ്ചക്ഷൻ എന്നാണ് വിളിക്കാറ്. ലിക്വിഡ് ഫ്യുവൽ ഡയറക്റ്റ് ആയിട്ട് എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നതിനെയാണ് സോളിഡ് ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുക. കൺഫ്യൂഷൻ വരരുത്. ലിക്വിഡ് ഫ്യുവൽ ഡയറക്റ്റായി എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നതിനെയാണ് സോളിഡ് ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുന്നത്. അത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതാണ്, കൃത്യമായിട്ട് നോക്കി വയ്ക്കുക ആ വാക്ക്. ലിക്വിഡ് ഇഞ്ചക്ഷൻ എന്നല്ല വിളിക്കുന്നത്, സോളിഡ് ഇഞ്ചക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഒന്നാമത്തെ ടൈപ്പാണ് കോമൺ റെയിൽ ഫ്യുവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ മെയിൻ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് വരുന്നതാണ് ഫ്യുവൽ ടാങ്ക്. ഫ്യുവൽ ടാങ്ക് ചെയ്യുന്നത് ഫ്യുവൽ ടാങ്കിൽ ഫ്യുവൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും, എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് എന്ത് ചെയ്യും, ഒരു ഫീഡ് പമ്പ് അത് ഫ്യുവലിനെ ഫിൽറ്ററിലേക്ക് കടത്തിവിടും. അപ്പോൾ ഫീഡ് പമ്പിൻ്റെ ഉപയോഗം എന്താണ്, ഈ ടാങ്കിലുള്ള ഫ്യുവലിനെ വലിച്ച് മറ്റ് ഭാഗങ്ങളിലേക്ക് കൊടുക്കുക. ഫിൽറ്റർ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫിൽറ്റർ ചെയ്യാൻ പോകുന്ന അതിലുള്ള വെള്ളം അല്ലെങ്കിൽ ഡർട്ട് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു റിലീഫ് വാൽവിലൂടെ കടന്നു പോകും. റിലീഫ് വാൽവ് ചെയ്യുന്നത് എക്സസ് ആയി വരുന്ന ഫ്യൂവലിനെ തിരിച്ച് ടാങ്കിലേക്ക് തന്നെ വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഫീഡ് പമ്പ് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫിൽറ്ററിലൂടെ കടത്തി വിടും. ഫിൽറ്ററിലൂടെ കടന്നു പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഫ്യൂവൽ ആവശ്യമില്ലാതിരിക്കട്ടെ, ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് തിരിച്ച് ഈ റിലീഫ് വാൽവ് ഇങ്ങോട്ട് കടത്തി വിടും, തിരിച്ച് ടാങ്കിലേക്ക് തന്നെ പോകും. അപ്പോൾ റിലീഫ് വാൽവ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് ഒരു പൈപ്പ്. ഈ പൈപ്പ്, വലിയ പൈപ്പിനെയാണ് കോമൺ റെയിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കോമൺ റെയിലിൽ നിന്ന് ഓരോ പൈപ്പുകൾ എല്ലാ ഇഞ്ചക്ടറിലേക്കും പോകുന്നുണ്ട്. ഈ ഇഞ്ചക്ടർ ഇരിക്കുന്നത് ഓരോ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഈ ഫ്യൂവൽ ടാങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫ്യൂവൽ ഈ ഫീഡ് പമ്പ് വലിച്ചും ഫിൽറ്ററിലൂടെ കടത്തി വിട്ടിട്ട് ഈ കോമൺ റെയിലിലേക്ക് എത്തിക്കും. ഈ ഫീഡ് പമ്പ് എന്ന് പറയുന്നത് വലിയ പ്രഷറൈസ്ഡ് പമ്പൊന്നുമല്ല, ലോ പ്രഷർ പമ്പാണ്. അപ്പോൾ ആ ലോ പ്രഷറാണ് ഈ കോമൺ റെയിലിൽ നിൽക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ പൈപ്പ്, ഈ കോമൺ റെയിലും ഈ കാണുന്ന പൈപ്പുകളും എല്ലാം ലോ പ്രഷർ പൈപ്പ് മതി. അപ്പോൾ വില കുറവായിരിക്കും, വലിയ പൈപ്പൊന്നും ആവശ്യമില്ല. അതിനുശേഷം അത് ഇഞ്ചക്ടറിലേക്ക് എത്തും. ഇഞ്ചക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഞ്ചക്ടർ വർക്ക് ചെയ്യുന്നത് ഒരു റോക്കറാം ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കുന്നുണ്ട്, ഓരോ പാർട്ടായി പഠിക്കാറുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ വിശദമായി പറയാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ റോക്കറാം എന്ന് പറയുന്നത് നമ്മുടെ വാൽവ് മെക്കാനിസം പോലെ തന്നെ റോക്കറാമും ഒരു സ്പ്രിങ്ങും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇഞ്ചക്ടർ തന്നെ ഒരു ചെറിയ പമ്പായിട്ട് വർക്ക് ചെയ്യും, ഒരു ഹൈ പ്രഷർ പമ്പ് പോലെയാണ്. ഇവിടെ ഒരു നോസിലുണ്ട്, ആ നോസിൽ അടഞ്ഞിരിക്കുകയായിരിക്കും. ഈ റോക്കറാം ഈ സ്ഥാനത്തിനെ, ഈ പ്ലഞ്ചറിനെ പിടിച്ച് താഴ്ത്തുമ്പോൾ, ഇതിനെ പ്ലഞ്ചർ എന്നാണ് വിളിക്കുക, പ്ലഞ്ചറിനെ പിടിച്ച് താഴ്ത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇവിടെ പ്രഷർ കൂടും, ഈ ഇഞ്ചക്ടറിനുള്ളിൽ പ്രഷർ കൂടും. ആ ഹൈ പ്രഷർ ഫ്യൂവൽ എന്ത് ചെയ്യും, പുറത്തേക്ക് നോസിൽ വഴി പുറത്തേക്ക് വരും. അപ്പോൾ ഈ ഇഞ്ചക്ടർ തന്നെയാണ് എന്ത്, ഒരു പമ്പായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. അതിനെ യൂണിറ്റ് ഇഞ്ചക്ടർ എന്നാണ് വിളിക്കുക. എല്ലാ സിലിണ്ടറിലും ഓരോന്നുണ്ട്, അതുകൊണ്ട് യൂണിറ്റ് ഇഞ്ചക്ടർ എന്നാണ് വിളിക്കുന്നത്. ഇതാണ് കോമൺ റെയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം വർക്കും. ഇത് CRDI അല്ല, കോമൺ റെയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. അതിൻ്റെ CRDIയുടെ ഒരു മുൻകാല രൂപം. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഫ്യൂൽ ടാങ്കിൽ നിന്നും ഫീഡ് പമ്പ് ഫ്യൂവലിനെ ഫിൽറ്റർ ചെയ്തതിന് ശേഷം കോമൺ റെയിലിലേക്ക് എത്തിക്കും. കോമൺ റെയിൽ ഒരു ലോ പ്രഷർ പൈപ്പാണ്. ഈ ലോ പ്രഷർ പൈപ്പിൽ നിന്നും ഫ്യൂവലെല്ലാം ഇഞ്ചക്ടറിലേക്ക് എത്തി നിൽക്കുന്നുണ്ടായിരിക്കും. ഇഞ്ചക്ടർ വർക്ക് ചെയ്യുന്നത് ഒരു റോക്കറാം ഉപയോഗിച്ചിട്ടാണ്. റോക്കറാം ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് വണ്ടിയുടെ ഫയറിംഗ് ഓർഡർ അനുസരിച്ചാണ്. അതെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നോക്കാം. അടുത്ത സിസ്റ്റമാണ് ഇൻഡിവിജ്വൽ പമ്പ് സിസ്റ്റം. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ചിത്രം നോക്കിയെടുക്കാം. ഒന്നാമത്തത് ഫ്യൂവൽ ടാങ്ക് സെയിം ആണ്. ഫ്യൂവൽ ടാങ്കിൽ നിന്നൊരു ഫീഡ് പമ്പിലേക്ക് പോകുന്നു, അതും സെയിം ആണ്. ഫീഡ് പമ്പിൽ നിന്ന് ഫിൽറ്ററിലേക്ക് പോകും, അതും സെയിം തന്നെയാണ്. അത് കഴിഞ്ഞു പോകുന്നത് ഒരു ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ്, ഈ കാണുന്ന വലിയ ബോക്സ്. ഇഞ്ചക്ഷൻ പമ്പ് നേരത്തെ ഉണ്ടായിരുന്നില്ല, നേരത്തെ ആകെ ഒരു പമ്പേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഫീഡ് പമ്പാണ്. ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ പമ്പും കൂടിയുണ്ട്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ പമ്പ് അവിടെ ഇരിക്കട്ടെ, നമുക്ക് പറയാം. ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നാണ് ഓരോ സിലിണ്ടറിലേക്കും അല്ലെങ്കിൽ ഓരോ ഇഞ്ചക്ടറിലേക്കും സെപ്പറേറ്റ് പൈപ്പിലാണ് പോകുന്നത്. കോമൺ റെയിൽ എന്ന് പറയുന്ന ഭാഗം ഇവിടെ വരുന്നില്ല, ഇവിടെ എല്ലാം സെപ്പറേറ്റ് ആണ്. പമ്പിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ഇഞ്ചക്ടറിലേക്കും ഓരോ ലൈൻ പോവുകയാണ്. അവിടെ നിന്ന് അധികമായിട്ട് വരുന്ന ഫ്യൂവലിന് പോകാൻ വേണ്ടി സെപ്പറേറ്റ് ബാക്കി ഒരു ലൈൻ വെച്ചിട്ടുണ്ട്. അതിലൊരു
പ്രഷർ റിലീഫ് വാൽവ് ഉണ്ട്, അത് തിരിച്ച് ടാങ്കിലേക്ക് എത്തിക്കോളും. റിട്ടേൺ പൈപ്പ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ റിട്ടേൺ ലൈൻ എന്ന് പറയും. അപ്പോൾ ഇതിൽ ഫിൽറ്റർ വരെ സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂവൽ ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും, അത് ഫ്യൂവൽ ഫീഡ് പമ്പ് ഉപയോഗിച്ചിട്ട് ഫിൽറ്ററിലൂടെ കടത്തിവിടും. എന്നിട്ട് കടത്തിവിടുക. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ പമ്പാണ്. നേരത്തെ കോമൺ റെയിൽ സിസ്റ്റത്തിൽ പറഞ്ഞത് അതൊരു കോമൺ റെയിലിലേക്ക് പോയിരുന്നു, ഇവിടെ ഇഞ്ചക്ഷൻ പമ്പിലേക്കാണ് എത്തുന്നത്. ഈ ഇഞ്ചക്ഷൻ പമ്പ് എഞ്ചിൻ്റെ ഒരു ഡ്രൈവ് ഉപയോഗിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുക. ആ ഷാഫ്റ്റിൽ നിന്ന് തന്നെയാണ് ഫീഡ് പമ്പും വർക്ക് ചെയ്യുന്നത്. അതാണ് ഇവിടെ വരയ്ക്കാൻ കാരണം, ഫീഡ് പമ്പ്. ഈ ഇഞ്ചക്ഷൻ പമ്പും ഫീഡ് പമ്പും വർക്ക് ചെയ്യുന്നത് ഒറ്റ ഷാഫ്റ്റിലാണ്. ഇവിടുന്ന് എഞ്ചിൻ്റെ പവറാണ് അതിലേക്ക് വരുന്നത്. ഇത് ടൈമിംഗ് അനുസരിച്ചാണ് വരിക. അതിന് ടൈമിംഗ് ഗിയർ എല്ലാം ഉണ്ടായിരിക്കും ഈ സൈഡിൽ. അത് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാകും വിചാരിക്കാം. അപ്പോൾ ഇഞ്ചക്ഷൻ പമ്പിനുള്ളിൽ 4, 5 അല്ലെങ്കിൽ എത്ര സിലിണ്ടർ ഉണ്ടോ അത്ര എണ്ണം പ്ലഞ്ചറും സിലിണ്ടറും ഇതൊരു ക്യാം ഷാഫ്റ്റ് അല്ലെങ്കിൽ റോക്കറാം പോലെ വർക്ക് ചെയ്യുന്നത്. ഈ ഷാഫ്റ്റിനൊരു കുറേ ക്യാമുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്യാമിൻ്റെ മുകളിലായിട്ട് പ്ലഞ്ചറും സിലിണ്ടറും ഉണ്ടായിരിക്കും. ആ പ്ലഞ്ചർ സിലിണ്ടറാണ് ഓരോ ലൈനായിട്ട് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഈ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൽ ഒരു 4 സെപ്പറേറ്റ് പമ്പായിട്ട് വർക്ക് ചെയ്യാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ ഇഞ്ചക്ടറിനും ഒരു പമ്പ് ഉണ്ട്, പക്ഷെ അതേ പമ്പ് എല്ലാം കൂടെ ഒരു സിംഗിൾ കേസിങ്ങിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം പമ്പുകളാണ്, എല്ലാം കൂടെ ഒരു സിംഗിൾ പെട്ടിക്കുള്ളിൽ ഇരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിംഗ് അനുസരിച്ച് ഈ റോക്കറാം അല്ലെങ്കിൽ ഈ ക്യാം ഷാഫ്റ്റ്, ഇവിടെ ഒരു ക്യാം ഷാഫ്റ്റാണ് ശരിക്കും, റോക്കറാം ക്യാം ഷാഫ്റ്റ് ഒക്കെ ഏകദേശം പോലെ തന്നെ ഉണ്ടായി. ഈ ക്യാം ഷാഫ്റ്റ് എന്ത് ചെയ്യും, ഇതിനെ പ്ലഞ്ചറിനെ അപ്പുറത്തേക്ക് വയ്ക്കും. പ്ലഞ്ചർ പ്രവർത്തിക്കുന്നതനുസരിച്ച് പ്രഷർ ഈ സിലിണ്ടറിലേക്കാണ് വരുന്നതെങ്കിൽ ഈ സിലിണ്ടർ ഓപ്പൺ ആയിട്ട് ഈ എഞ്ചിനിലേക്ക് അല്ലെങ്കിൽ ഈ സിലിണ്ടറിനുള്ളിലേക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യും. നമുക്കറിയാം 1, 3, 4, 2 എന്ന രീതിയിലാണ് വരിക. അപ്പോൾ ആദ്യം ഈ സിലിണ്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്നത് ഈ സിലിണ്ടറിലേക്കായിരിക്കും. നമുക്ക് ഓർഡർ കണ്ടോ, 1, 3, 4, 2 കറക്റ്റായിട്ട് തന്നെ ഫയറിംഗ് ഓർഡർ അടിസ്ഥാനത്തിലാണ് ഈ സിലിണ്ടറെല്ലാം അടഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഓർഡറിലാണ് എന്ത് ചെയ്യുക, ഫ്യൂവൽ സപ്ലൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കറക്റ്റ് ടൈമിങ് സപ്ലൈ ചെയ്യും. അപ്പോൾ കൊടുക്കുമ്പോൾ ഈ പമ്പിൽ നിന്ന് പോകുന്നത് ഹൈ പ്രഷർ ഫ്യൂവലായിരിക്കും. ഞാൻ ഇവിടെ വെച്ചിട്ട് പ്രഷർ കൂട്ടുന്നൊന്നുമില്ല, ഇവിടെ യാതൊരു കൺട്രോളും ഇല്ല. ഇവിടുന്ന് ഫ്യൂവൽ വരും, ഇത് പ്രഷർ എന്ത് ചെയ്യും, പുറത്തേക്ക് സപ്ലൈ ചെയ്യും. ഇവിടുന്ന് എപ്പോഴാണോ ഫ്യൂവൽ വരുന്നത് ഇവിടെ സപ്ലൈ. അപ്പോൾ ഇഞ്ചക്ടറിന് ഇവിടെ വേറെ കൺട്രോൾ ഒന്നും വരുന്നില്ല. പമ്പ് ഫ്യൂവൽ കൊടുത്താൽ ഇഞ്ചക്ടർ സപ്ലൈ ചെയ്യും, പമ്പ് നിർത്തിയാൽ ഇഞ്ചക്ടർ നിർത്തും. നേരത്തെ അങ്ങനെയല്ല, നേരത്തെ ഈ ഇഞ്ചക്ടറിലായിരുന്നു റോക്കറാംസ് ഉണ്ടായിരുന്നത്. ആ റോക്കറാമാണ് എന്ത് ചെയ്യുന്നത്, ഇഞ്ചക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ പമ്പാണ് ഇഞ്ചക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ പമ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ റോക്കറാം അല്ലെങ്കിൽ ക്യാം ഷാഫ്റ്റ് തന്നെയാണെന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ 2 സിസ്റ്റം വരും. ഇവിടെ നിന്ന് ഈ ഇഞ്ചക്ഷൻ പമ്പ് വരെ ലോ പ്രഷർ സിസ്റ്റമാണ്. അത് കഴിഞ്ഞിട്ട് പമ്പ് മുതൽ ഇഞ്ചക്ടർ വരെ ഹൈ പ്രഷർ സിസ്റ്റമാണ്. അപ്പോൾ ഈ 2 പൈപ്പുകളും സെയിം ആയിരിക്കില്ല. ഇവിടെ ലോ പ്രഷർ പൈപ്പ് മതി, ഇവിടെ ഹൈ പ്രഷർ പൈപ്പ് വേണം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്, നേരത്തെ ഒരു പമ്പേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ ഒരു ഫീഡ് പമ്പും ഒരു ഇഞ്ചക്ഷൻ പമ്പും ഉണ്ട്. വർക്കിംഗ് ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ ഫ്യൂവൽ ടാങ്കിൽ നിന്നും ഫീഡ് പമ്പ് ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഇഞ്ചക്ഷൻ പമ്പിലേക്ക് കൊടുക്കും. ഇഞ്ചക്ഷൻ പമ്പ് ഫയറിംഗ് ഓർഡർ അനുസരിച്ച് കറക്റ്റ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഹൈ പ്രഷറിൽ ഇഞ്ചക്ടറിലേക്ക് സപ്ലൈ ചെയ്യും. ആ ഇഞ്ചക്ടർ അപ്പോൾ നോസിൽ ഓപ്പൺ ചെയ്ത് അത് സിലിണ്ടറിനുള്ളിലേക്ക് സപ്ലൈ ചെയ്യും. ഈ ഇഞ്ചക്ഷൻ പമ്പും ഫീഡ് പമ്പും വർക്ക് ചെയ്യുന്നത് ഒരു സിംഗിൾ ഡ്രൈവ് ഷാഫ്റ്റ് ഉപയോഗിച്ചാണ്. അത് ടൈമിംഗ് മെക്കാനിസവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ഗിയർ അല്ലെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡ്രൈവ് ഷാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഉള്ളിൽ ഒരുപാട് സിലിണ്ടർ ആൻഡ് പ്ലഞ്ചേഴ്സ് ഉണ്ടായിരിക്കും. ഒരുപാടെന്ന് പറയാൻ പറ്റില്ല, എത്ര ഇഞ്ചക്ടർ ഉണ്ടോ അത്രയും പ്ലഞ്ചേഴ്സും സിലിണ്ടേഴ്സും ഉണ്ടായിരിക്കും. ഓരോ പ്ലഞ്ചറിനെയും സിലിണ്ടറിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് ഈ പമ്പ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇൻഡിവിജ്വൽ പമ്പ് സിസ്റ്റം എന്ന് പറയുന്നത്.